നിങ്ങൾക്കറിയോ ഈ പ്രണയം എന്ന് പറഞ്ഞ ബ്ലെസ്സിയുടെ സിനിമയില്ലേ, അത് ശരിക്കും ആദ്യം ചെയ്യാനിരുന്നത് മമ്മൂക്കയായിരുന്നു. ഇക്കഴിഞ്ഞ ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ ബ്ലെസ്സി തന്നെയാണ് ഇത് വ്യക്തമാക്കിയത്. അതായത് ഈ സിനിമയുടെ കഥ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിലെ അച്യുതമേനൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതായത് അനുപം ഖേർ ചെയ്ത അച്യുതമേനൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ മമ്മൂക്കയെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിരുന്നു ഇരുന്നത്. അപ്പം മമ്മൂക്കയോട് ഈ കഥയെല്ലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മമ്മൂക്ക പറഞ്ഞു ഈ ഒരു കഥാപാത്രം വേറെ ഒരാൾ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു, വേറെ ഒരു പുതുമുഖം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുക ബ്ലെസ്സി ഇങ്ങനെ നോക്കി വേറൊരു അഭിനേതാവിൻ്റെ പുറകിലും പോയി. അതിന് ശേഷം ഇങ്ങനെ കാസനോയുടെ ലൊക്കേഷൻ വെച്ച് ദുബായ് വെച്ച് അദ്ദേഹം ലാലേട്ടനോട് ഈ ഒരു കഥ പറയുകയും ആ കഥ കേട്ട ശേഷം മോഹൻലാൽ പറഞ്ഞു ഇതിലെ മാത്യൂസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു അത്ഭുതമായിട്ട് തോന്നി പെട്ടെന്ന് തന്നെ. അതായത് അന്ന് ശരിക്കും പറഞ്ഞാൽ ആ കഥയെന്ന് പറയുന്നത് അച്യുതമേനനായിരിക്കും ഇമ്പാക്റ്റ് കൊടുത്തു പോയത്. അതിനുശേഷം മോഹൻലാൽ വന്നതോടെയാണ് ഈ പ്രണയത്തിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രം കംപ്ലീറ്റ് മാറിയത്. പക്ഷേ ഏറ്റവും വലിയൊരു കൗതുകം എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തേ, അച്യുതമേനൻ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് മമ്മൂക്കയും മാത്യൂസ് എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് ലാലേട്ടനും വന്നിരുന്നെങ്കിൽ ബ്ലെസ്സി എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഡയറക്ടറുടെ സിനിമയിൽ രണ്ട് അഭിനയ കുലപതികളുടെ ഒരു ഗംഭീര പെർഫോമൻസ് കാണാൻ സാധിച്ചേനെ. നമുക്കറിയാം രണ്ടു പേർക്കും പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് പ്രണയത്തിലുണ്ട്. അപ്പോൾ അത്ഭുതകരമായ ഒരു സിനിമ സംഭവിക്കേണ്ടതായിരുന്നു രണ്ട് ലെജൻസ് ഒരുമിച്ച്. പക്ഷേ അങ്ങനെ പറ്റിയില്ല. പ്രണയം വേറൊരു തലത്തിലേക്ക് പോയി. ഏറ്റവും നല്ല ക്ലാസിക് സിനിമ കൂടിയാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രണയത്തെ അനുഭവിച്ചറിയുന്ന ഒരു സിനിമ കൂടിയാണ്. ബ്ലെസ്സിയുടെ മറ്റൊരു മാജിക് എന്ന് തന്നെ പറയും. എന്തായാലും ലാലേട്ടനും മമ്മൂക്കയും ഒരുമിക്കുന്ന ഒരു സിനിമ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.